കൊല്ലാതെ അതാ അതാ ഇത് കണ്ടോ, ഇത് കണ്ടോ, നോക്ക്, ഹൈ നോക്ക് മാതാ. ഇതായിരുന്നോ? ഇത് എന്ത് അടിപൊളിയായിട്ടാ വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞിരിക്കുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാതാ. അതിന് മാതാ നിനക്ക് തന്നെ ഇങ്ങനത്തെ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ റോൾ തന്നെ കിട്ടുന്നേ? മനസ്സ് നന്നായി കഴിയുമ്പോൾ അങ്ങനെ കിട്ടും. അല്ല, കുടുംബത്തിലും അമ്മയെ സ്നേഹിക്കുന്ന മകൻ, പുതിയതിലും അമ്മയെ സ്നേഹിക്കുന്ന മകൻ. രണ്ടിലും ഏകദേശം ഒരേ ക്യാരക്ടറാ. പക്ഷെ ഇതൊക്കെ നിന്റെ മമ്മിയും കൂടെ കാണണമായിരുന്നു. എന്താ എന്റെ മമ്മീനെ ഞാൻ സ്നേഹിക്കുന്നില്ല? നീ എന്റെ മമ്മീനോട് പോയി ചോദിച്ചു നോക്കി. അതല്ല എങ്കിലും ഇങ്ങനെ അഭിനയിക്കുമ്പോഴേ, പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ എടുത്തോണ്ട് പോകത്തില്ലേ ആ ചെളിയില്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എത്ര പ്രാവശ്യം ഞാൻ എടുത്തു പൊക്കിന്നറിയോ? ആ ചേച്ചി എങ്ങനെയുണ്ട്? ചേച്ചി എനിക്ക് പറയാതിരിക്കാൻ വയ്യാട്ടോ. ചേച്ചിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നേ. അപ്പൊ ചേച്ചി മറ്റേ സിനിമയിലൊക്കെ ഉള്ളല്ലേ മോഹൻലാലിന്റെ എനിക്ക് എന്റെ ഡയലോഗ് ഞാൻ പറഞ്ഞു, എന്റെ സ്നേഹം ഞാൻ മുന്തിരിവള്ളി എന്നെ നമുക്ക് വാർക്കാൻ മുന്തിരി തോപ്പുകൾ. അത് സീരിയലിന്റെ പേരാണ്. അല്ല എനിക്ക് മനസ്സിലായി ആ ഡയലോഗിൽ ആ ചേച്ചിയില്ലേ, ഞാൻ എന്റെ സ്നേഹം നിന്നോട് അവിടെ വെച്ച് നീ പറയണ്ട, നീ കൂടുതൽ പറയണ്ട, നീ പറഞ്ഞ ഡയലോഗുള്ള ശാരി ചേച്ചി. അപ്പൊ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രാഞ്ജലിയിലായിരുന്നു ഷൂട്ട്. അപ്പൊ ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ മഴവിൽ മനോരമയില് 22-ാം തീയതി ടെലികാസ്റ്റ് 7:30 ഈ മാസം അല്ലേ? 7:30? യെസ്, എന്റെ പഴയ ടൈമാ. അതെ, നിങ്ങളുടെ സീരിയല് കൊള്ളൂല്ലാതായപ്പോഴത്തേക്ക് സമയം മാറ്റി ഞങ്ങള്. അപ്പൊ ഞങ്ങളുടെ ഫാൻസ് ആകും കേട്ടോ. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചിനെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണുമല്ലേ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് അറിയാവുന്ന നമ്മുടെ സുധിയുണ്ട്, ഫ്രണ്ട്, അവൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഡയറക്ടർ ആദ്യം എന്നോട് പറഞ്ഞു, ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ ഇങ്ങനെ എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞു ചെളി കാണുമ്പോ. നീയല്ലേ മെയിന്? നീയും ചേച്ചിയാണോ മെയിന്? പിന്നെ വേറെ ആരൊക്കെയല്ലേ? വേറെ 2 പേരും കൂടെ ഉണ്ട്. വേറെ 2 പേരെന്ന് പറയുമ്പോ നായികമാരായിട്ട്. അപ്പൊ ടോട്ടല് 3 നായികമാരോ? ചേച്ചി, അമ്മ, പിന്നെ എനിക്ക് നായികമാരായിട്ട് 2 പേര്. 2 പേര് ഒരാളെ കട്ട് ചെയ്യാൻ പറ്റുമോ? അതെന്തിനാ 2 പേര് നിനക്ക്? ചുമ്മാ രസമല്ലേ? നിന്റെ ഈ ലുക്കിന് ഒരാളൊക്കെ മതിയോ? അപ്പൊ എന്നിട്ട് പിന്നെ ഇതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് എന്നറിയാവോ, നമ്മളെ എന്റെ മുത്തശ്ശി തന്നെയാണ് അതിൻ്റെ അകത്ത് എന്റെ മുത്തശ്ശി. ഏത് മുത്തശ്ശി? കുടുംബവിളക്കില്. ആണോ? ദേവി ചേച്ചിയാണ് അതിൻ്റെ അകത്ത് എന്റെ മുത്തശ്ശിയായിട്ട് വരുന്നത്. അപ്പൊ കുടുംബവിളക്കിന് കുറച്ച് ചീന്തി എടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതിന്റെ അകത്തെന്ന് പറഞ്ഞാൽ ഞാൻ പ്രമോ മാത്രമേ അതിന്റെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ അവിടെ ഫസ്റ്റിലത്തെ ഞാൻ പറയാം, ഇപ്പൊ ചേച്ചീനെ ഞാൻ കണ്ടേ. ഇപ്പൊ ചേച്ചി കണ്ട ആദ്യമേ ഹായ് എന്നൊക്കെ വെച്ചു. ഞാൻ ഹായ് ഒക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വെയില്. നിനക്കേ നീ എടുത്തോണ്ട് പോകുന്ന സീനെ പറ്റിയല്ലേ പറയാൻ? അല്ല, ചേച്ചി എങ്ങനെയാന്ന് പറഞ്ഞതാ. അപ്പൊ ഞാൻ വിചാരിച്ചു നോർമലി ഇവരൊക്കെ ഭയങ്കര മൂവിയൊക്കെ ചെയ്ത ആൾക്കാരാകുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ജാട പോലെ കാണുമല്ലോ എന്ന്. അപ്പം ഭയങ്കര വെയില്. അപ്പം വെയിലത്ത് നമ്മൾ അസിസ്റ്റന്റ് ആയിട്ട് നിന്റെയൊക്കെ അവിടെ വന്ന ചേച്ചിയുടെ മോളാണ്, ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നു, ശൈല ചേച്ചിയുടെ മോളാണ് അസിസ്റ്റന്റ് ആയിട്ട് ചേച്ചിക്ക് വന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞു, ഇല്ല, മോളോട് പറഞ്ഞു മോൾ അവിടെ പൊക്കോന്ന് പറഞ്ഞിട്ട് ചേച്ചി കുട മേടിച്ചു. എന്നിട്ട് ചേച്ചി എന്നെ വിളിച്ചു വാന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ വെയിൽ കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഇവര് നമുക്ക് കുട ചൂടി തരാൻ നിൽക്കുന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ ആണെങ്കിലും ഒരു 2-3 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യണമെങ്കിൽ അവർ കൊണ്ട് ചെയറൊക്കെ കൊടുക്കും. അപ്പൊ സാധാരണ ആൾക്കാരാകുമ്പോഴത്തേക്ക് ശരി എന്നൊക്കെ പറഞ്ഞ് നിൽക്കൂലേ. ചേച്ചി ഇല്ല പറവായില്ല എനിക്കൊന്നും വേണ്ട. തമിഴ്. പറവായില്ല, ഞാൻ ഇങ്ങനെ നിൽക്കാന്ന് പറയും. അപ്പൊ ചേച്ചീനെ ഞാൻ എടുത്തു വെക്കണം. അപ്പൊ അവർക്ക് ആദ്യമേ ഭയങ്കര ടെൻഷനായിരുന്നു സാറിനൊക്കെ. ഇവരെന്നോട് എടുത്തു പൊക്കണം എന്നുള്ള സീൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു, എടാ നീ എടുത്തു പൊക്കൂന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താ എടുത്തു വെക്കാമല്ലോ. അപ്പൊ എന്റെ മനസ്സിലുള്ള വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ എടുത്തു പൊക്കുന്നു. ചേച്ചിയുടെ എന്റെയും ഒരു വൈഡം ഇട്ട് സജഷൻ തീർന്നു. എന്റെ മനസ്സിൽ അതാണ് ഓക്കെ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ചെളിയുണ്ട്. ഒരു ചെളി വന്നപ്പോഴത്തേക്ക് അതിൽ മൊത്തം തൂമ്പയൊക്കെ. ശരിക്കും ഉള്ളതാണോ അതോ നിങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയാണോ? കൊറേ ചെളി ഉണ്ടായിരുന്നു. ബാക്കി അവര് ഇതൊക്കെ വെച്ച് ആക്കി കൊറേ വീണ്ടും വെള്ളം ഒഴിച്ചു. അപ്പം ചെളിക്കൂടെ ആ ചേച്ചിയായിട്ട് നടക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ടെൻഷൻ, തെന്നിയാലോ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവർക്കും അറിയില്ല. അപ്പൊ ഞാൻ എടുത്തു പൊക്കി. അപ്പൊ ചേച്ചീനെ എടുത്തു പൊക്കണം എന്ന് പറഞ്ഞപ്പോ ചേച്ചിക്കും ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം വേറെ ഒന്നുമല്ല, നമുക്കിങ്ങനെ എടുത്തു പൊക്കുമ്പോ വെയിറ്റും ഇതൊക്കെ വരുമല്ലോ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഇതാണോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പറഞ്ഞില്ല ചേച്ചി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ വീഴത്തില്ല എന്ന് പറഞ്ഞു. ഇന്ന് എടുത്ത് പൊക്കാൻ തുടങ്ങിയിട്ടേ 25 പ്രാവശ്യം കണ്ട് പൊക്കി നടക്കേണ്ടി വന്നോ.
ശരിക്കുവേ ഇതൊക്കെ അങ്ങനെ തന്നെ വേണം. ഇവിടെ എന്തെങ്കിലും ഒരു റീൽ എടുക്കാൻ വിളിക്കുമ്പോ മാത്രം എന്നെ ഒന്ന് എടുത്ത് പൊക്കൂന്നൊക്കെ അയ്യോ ഇവക്ക് ഭയങ്കര വെയിറ്റ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ നിനക്ക് അങ്ങനെ തന്നെ വേണം. എടി ഇതിലെ പ്രശ്നം എന്തായിരുന്നു അറിയോ, ഇപ്പൊ നിന്നെ എടുത്ത് വെക്കുമ്പോ ഞാൻ ഇങ്ങനെ പൊക്കുമ്പോ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് പിടിക്കാൻ പറ്റും. എന്നിട്ട് നീ എനിക്ക് വെയിറ്റ് ആണല്ലേ പറയാം. എന്നിട്ട് ഇത് ക്യാമറയ്ക്ക് വേണ്ടി പൊക്കുമ്പോ അവരുടെ ഇഷ്ടം അനുസരിച്ച് ഇങ്ങനെ നമ്മൾ കൈ താത്തണം, ഇങ്ങനെ പിടിക്കണം. അപ്പൊ ഭയങ്കരമായിട്ട് പാടാം. ഞാൻ അങ്ങനെ എടുത്തെടുത്ത് ഏകദേശം 25 തവണയെങ്കിലും എടുത്തു. എന്റെ നടുവ് ഒടിയുന്ന പോലെ. ഇപ്പൊ അവർക്കെല്ലാം ആ പെമ്പിള്ളാർക്കാണെങ്കിലും ഭയങ്കര സന്തോഷം. ഞാൻ പണി എടുത്തോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ ചേച്ചിക്കാണെങ്കിലും ചേച്ചി പറഞ്ഞു അയ്യോ ഇവനെ കൊണ്ട് ഒത്തിരി അടിപ്പിക്കില്ലേ. ഞാൻ ഫുള്ള് വേർത്തു. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചെളിയിക്കണ നടക്കണമായിരുന്നു. നോർമലി നടക്കണേക്കാളും വല്ല ഉരുണ്ട് വീണ് കഴിഞ്ഞു കഴിഞ്ഞാലോ. അപ്പം അങ്ങനെയായി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ അതിന്റെ ബാക്കിയല്ലേ 2 ദിവസം ഇവിടെ വന്നിട്ട് എനിക്ക് ഇവള് വന്നിട്ട് രാത്രി ഞാൻ ഇങ്ങനെ കമന്ന് കിടക്കും. എന്നിട്ട് ബാക്കി വന്നിട്ട് ഇവൾക്കുള്ള ദേഷ്യം മാക്സിമം ഞാൻ ഇങ്ങനെയൊക്കെ തിരുമ്മി കഴിഞ്ഞാൽ നൂബിന് ഒന്നും ആവത്തില്ല. ഞാൻ അപ്പൊ മറ്റേ എന്റെ സീരിയലിൽ സ്ഥിരം ചെയ്യുന്ന CPR പോലെ ഇങ്ങനെ എടുത്തിട്ടിരിക്കും. എനിക്ക് അങ്ങനെ ഇടിച്ചിട്ട് എന്റെ വേദന പറഞ്ഞേ. അപ്പം പിന്നെ ഇതിലെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബവളക്കിലെ എന്റെ മുത്തശ്ശി തന്നെയാണ് ഇതിന്റെ അകത്ത് മുത്തശ്ശി. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷം. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴും ചേച്ചി തന്നെയല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ ബാക്കി എന്റെ കൂടെ ഉള്ള 2 നായകന്മാരാണേലും അവര് ഞാൻ ആദ്യം വിചാരിച്ചു ഒന്നും മിണ്ടണ്ട, 2 പേരും മലയാളികളല്ലെന്നാ പറഞ്ഞേ. പക്ഷെ ഒരാൾക്ക് നല്ലപോലെ മലയാളം അറിയാം, മറ്റേ ആൾക്ക് കുറേശ്ശെ അറിയാം. പിന്നെ കുടുംബവഴക്കും അതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബവഴക്കില് ഇച്ചിരി കൂടി ദേഷ്യമുണ്ട്. ഇതിന്റെ അകത്ത് ഒട്ടും ദേഷ്യമില്ലാത്ത ഇല്ല, പാവ ഭയങ്കര പാവ. അപ്പൊ നന്നായിട്ട് അഭിനയിക്കേണ്ടി വരും. ഇപ്പം പിന്നെ വേറെ ഇപ്പൊ ഓൾറെഡി ഷൂട്ട് നടന്നോണ്ടിരിക്കുകയാണ്. എന്റെ ചെറുപ്പകാലമാണ്. ഇപ്പൊ എന്റെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു തകർക്കുന്നുണ്ട് മോളെ. പിന്നെ വേറെ ലെവലായിരിക്കും. അതൊന്നും കാണാനുള്ള ശേഷി എനിക്കില്ലേ. എന്തായാലും കുഴപ്പം അതിന് അങ്ങനെ പുച്ഛിക്കണേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ പഴയ സീരിയൽ വെച്ച് നോക്കി ഇപ്പൊ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയില്ലേ. അങ്ങനെ നോക്കിയാൽ ശരിയാ കേട്ടോ. കാരണം പണ്ടൊക്കെ ഞാൻ നൂബിന്റെ സീരിയലിന്റെ ഇത് എന്തോന്ന് കാണിക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്, നടക്കുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കര റോബോട്ടായിരുന്നു. ഒരു അനക്കം പോലും ഇല്ലാതെ. എന്നോട് ഞാൻ പറയല്ലേ, പണ്ട് ഒരു പുള്ളി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിനക്ക് വല്ല പെയിന്റ് പണിക്ക് പോകത്തില്ല ഈ പരിപാടി. അവനുള്ള കാര്യം പറഞ്ഞു. ഞാൻ അന്നേരം അഭിനയിക്കില്ലായിരുന്നു. വാട്സപ്പിൽ മെസ്സേജ് അയച്ചെങ്കിൽ അത് നൂബിന് നന്നായിട്ട് അറിയാമല്ലോ. എന്നിട്ട് അവൻ എന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്ന് തിരിച്ചു വിളിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തതിന്റെ കാര്യം കണ്ടല്ലോ പറഞ്ഞത്. വേറെ ആൾക്കാർ എന്തോരം പേര് മനസ്സിൽ പറയുന്ന ആൾക്കാരാണ് തെറി പറഞ്ഞതെല്ലാം കൂടെ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞതെല്ലാം കൂടെ വെച്ചിട്ടാണ് നൂബിൻ അതിനെ കുടുംബവഴക്കിലായാലും മിക്ക സീൻ പറയുമ്പോഴും ഞാൻ കുറെ തെറ്റിക്കുമായിരുന്നു. കാരണം എനിക്ക് ഡയലോഗ് ഒന്നും കിട്ടില്ലായിരുന്നു. ഇപ്പൊ അത് എനിക്ക് തന്നെ തോന്നി കുറച്ചുകൂടി ഞാൻ ബെറ്റർ ആക്കിയിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ ദിവസം നൂബിന്റെ തിരിച്ചു വരവ് ഒക്കെ കണ്ടിട്ട് കുടുംബവഴക്കിന്റെ എപ്പിസോഡ് കണ്ടിട്ട് നൂബിന്റെ മമ്മി ഭയങ്കര പൊക്കി പറിച്ചില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വന്തം അമ്മയായോണ്ട് പൊക്കി പറഞ്ഞാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോ ആണെങ്കിൽ എന്റെ മമ്മി അവിടെ നിന്ന് പറയുന്നുണ്ട്, നൂബിന്റെ സൂര്യയിൽ അഭിനയം ഭയങ്കര രസമുണ്ട്, എന്റെ അങ്കിൾ ഉൾപ്പെടെ പറഞ്ഞു നല്ല രസമുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പഴയ പോലെയല്ല നൂബിൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ശരിയാ, അപ്പൊ തെളിഞ്ഞു എല്ലാം മുല്ലപ്പൂവും പിടി ഏറ്റി കിടക്കും. അങ്ങനെ എപ്പോഴും മനസ്സിലാക്കും. അപ്പം നൂബിന്റെ പുതിയ വർക്ക് മഴവിൽ മനോരമയിൽ വരുവാണ് ഈ മാസം, അതായത് ജൂലൈ 22-ന് രാത്രി 7:00 അല്ലേ? യെസ്. ആ സീരിയലിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായത്രി ദേവി എന്റെ അമ്മ എന്നാണ് നമ്മുടെ സീരിയലിന്റെ പേര്. അപ്പം നിങ്ങളെല്ലാരും കണ്ട് പണ്ടത്തെ സീരിയലിനൊക്കെ തന്ന പോലത്തെ സപ്പോർട്ട് വീണ്ടും തരിക. അതുപോലെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ശരിയായിട്ടില്ലെങ്കിലും മോശമാണെങ്കിലും അല്ലേ വാട്സാപ്പിൽ വിളിച്ച് അതെ നമ്മുടെ യൂട്യൂബിലാണേലോ എവിടെയാണെങ്കിലും കമന്റ് ഇട്ടാൽ മതി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ വിശേഷം, സന്തോഷമുള്ള വിശേഷം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം അല്ലെ, സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. സീരിയലിലെ പോലെ കുറെ ഡയലോഗും പറയായിരുന്നു. പാക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പാക്ക് ചെയ്യാൻ പോവാ ഗൈസ്, അല്ലെങ്കിൽ സമയം പോയി. നമ്മൾ അവിടെ ചെന്ന് അവര് തരുക പറയും. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ. അപ്പൊ ഞാൻ വരണ്ടേ? നീ എന്തിനാ വരുന്നേ? ചുമ്മാ ശല്യം ചെയ്യാം. Wherever you go, I am there, Gada Jam.